how to proofread your letter to get a B score on the test day. So today let us discuss that. I'm Grace Hoshin, an OET trainer from IILT. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ എഴുതിയ ഒരു ലെറ്റർ ബി സ്കോറിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ ലെറ്റർ പ്രൂഫ് റീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. Always try to finish your letter in 35 minutes and keep the last 5 minutes for proofreading. ഒന്നുകൂടെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, ഇൻക്ലൂഡ് ചെയ്ത ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണോ എഴുതി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മളൊരു ലാസ്റ്റ് 5 മിനിറ്റ്സ് എടുത്ത് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു കണ്ടൻറ്റിൽ എറർ കാണുവാണെങ്കിൽ നമുക്കത് ഇറേസ് ചെയ്ത് രണ്ടാമത് എഴുതാനുള്ള സമയം കിട്ടും. സോ ഓൾവേസ് റിമെമ്പർ ടു കീപ്പ് അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ്സ് ടു പ്രൂഫ് റീഡ് യുവർ ലെറ്റർ. ഓക്കെ, പ്രൂഫ് റീഡ് ചെയ്യുമ്പോൾ ഇനി എന്തൊക്കെയാണ് നിങ്ങൾ അതിനകത്ത് നോക്കേണ്ടത്, എന്തിനൊക്കെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ എഴുതുമ്പോൾ ഒരിക്കലും പേഷ്യൻറ്റിൻ്റെ പേരും റെസിപ്പിയൻറ്റിൻ്റെ പേരും മാറ്റി എഴുതരുത്. നമുക്കറിയാം, നമ്മൾ ടെസ്റ്റ് ഡേയിൽ വളരെ സ്ട്രെസ്ഡ് ആയിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് എഴുതി തീർക്കാനുള്ള ധൃതിയിൽ നമ്മൾ എഴുതുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെയും റെസിപ്പിയൻറ്റിൻ്റെയും പേര് നമ്മൾ ചിലപ്പോൾ എക്സ്ചേഞ്ച് ചെയ്ത് എഴുതാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരുപാട് കുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എഴുതിയേക്കുന്ന പേര് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. രണ്ടാമത്, എഴുതുമ്പം നമ്മൾ മിസ്റ്ററും മിസ്സും ഒക്കെ എഴുതാറുണ്ട്, ഹിസ്സും ഹെറും എല്ലാം എഴുതാറുണ്ട് അല്ലേ. സോ ജെൻഡർ ഡിഫറെൻ്റ് ആക്കിയാണോ നിങ്ങൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. പേഷ്യൻ്റ് ഇപ്പോൾ ഒരു മെയിലാണ്, നമ്മൾ എഴുതി അറിയാതെ ചിലപ്പം ഷീന്നും ഹെറെന്നും ഒക്കെ ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. സോ അതെല്ലാം റബ്ബ് ചെയ്ത് ഹിസ്സും ഹെറും ഒക്കെ ആക്കി പ്രോപ്പർ ജെൻഡറായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ ജെൻഡർ ഡിഫറൻസ് വന്നാൽ അതൊരു വലിയൊരു തെറ്റാണ് ലെറ്ററിൽ. സോ അങ്ങനെ ജെൻഡർ ഡിഫറൻസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. രണ്ടാമതായിട്ട് നമുക്കറിയാം, പങ്ക്ച്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് കോമ, സെമികോളൻ പോലെയുള്ള പങ്ക്ച്വേഷൻസ്, ഫുൾ സ്റ്റോപ്പ്, ഇതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. കോമയെ പറ്റി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ കോമ, ഫുൾ സ്റ്റോപ്പ് ഇതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഇടേണ്ട സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് റീചെക്ക് ചെയ്യുക. യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെയെല്ലാം കോമ ഇടുക. അനാവശ്യമായിട്ട് എവിടെയെങ്കിലും കോമയോ പങ്ക്ച്വേഷനോ നിങ്ങൾ അറിയാതെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം റബ്ബ് ചെയ്ത് കളയുക. സോ സെക്കൻഡ് വൺ നമ്മൾ നോക്കിയത് പങ്ക്ച്വേഷൻസ് ആയിരുന്നു. ഫസ്റ്റ് വൺ നമ്മൾ ജെൻഡർ ഡിഫറൻസ് വരുത്തിയിട്ടുണ്ടോ, അതുപോലെ പേഷ്യൻറ്റിനെയും റീഡറിനെയും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത് മാറി പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ ആണ്. നമുക്കറിയാം, പേരിൻ്റെയൊക്കെ ആദ്യം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും. ഇപ്പം ജെറാൾഡ് ബേക്കറിൻ്റെ ജിയും ബിയും ഇതൊരു പേരായതുകൊണ്ട് തന്നെ ഒരാളുടെ പേരാണ്. നമുക്ക് 2 ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത്. സോ അത് നിങ്ങൾ ക്യാപിറ്റലിൽ തന്നെയാണോ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാം. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പേര് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ക്യാപിറ്റലിലാണോ നിങ്ങളത് എഴുതിയിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാം. മയോകാർഡിയൽ ഇൻഫെക്ഷൻ, ഡയബറ്റിസ് മെലൈറ്റസ്, ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള അസുഖങ്ങൾ, അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ എഴുതരുത്. ബിക്കോസ് അത് ജസ്റ്റ് അസുഖങ്ങളാണ്, അതിനകത്ത് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്നും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി വെക്കരുത്. മറ്റൊരു തെറ്റ് വരുത്തുന്നതാണ് ബ്ലഡ് പ്രഷർ. ഹിസ് ബ്ലഡ് പ്രഷർ വാസ് ഹൈ എന്ന് പറയുമ്പം അവിടുത്തെ ബ്ലഡ് പ്രഷറിൻ്റെ ബി സ്മോൾ ലെറ്റർ മതി. അങ്ങനെയുള്ള മൈനർ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഡയബറ്റിസ് മെലൈറ്റസ്, ഹൈപ്പർ ടെൻഷൻ പോലെയുള്ളതിനൊന്നും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ എഴുതണ്ട എന്ന്. പക്ഷേ മറ്റൊരാളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഡിസീസ്, ഇപ്പം പാർക്കിൻസൺസ് ഡിസീസ്, അൾസൈമേഴ്സ് ഡിസീസ്, ഇതിൻ്റെ എയും പിയും ഒക്കെ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം. എന്തുകൊണ്ടാണ്? അതൊരാളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു അസുഖമായതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ എറേഴ്സ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് സിംഗുലർ, പ്ലൂറൽ എറേഴ്സ് വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഹി നീഡ്സ് ഫർദർ കെയർ എന്നാണോ ഹി നീഡ് ഫർദർ കെയർ എന്നാണോ എഴുതേണ്ടത്? ഇറ്റ് ഈസ് ഹി നീഡ്സ് ഫർദർ കെയർ. ബിക്കോസ് ഹി എന്നുള്ളത് സിംഗുലറാണ്, വേർബും സിംഗുലർ ആവണം. അതുകൊണ്ട് നമ്മളവിടെ എസ് ആഡ് ചെയ്യണം. ഹി നീഡ്സ്, ഹി റിക്വയേഴ്സ്. പക്ഷേ ഇപ്പം നമ്മൾ ദേ എന്നാണ് പറയുന്നതെങ്കിൽ ദേ നീഡ് കണ്ടിന്യൂയിങ് കെയർ എന്നാണ് പറയേണ്ടത്. ഓക്കെ, സോ സിംഗുലർ, പ്ലൂറൽ എറേഴ്സ് വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. മെയിനായിട്ട് ഹോം വിസിറ്റൊക്കെ എഴുതുമ്പം ഒരു ഹോം വിസിറ്റ് മതിയെങ്കിൽ നമുക്ക് ഹോം വിസിറ്റ് എന്ന് എഴുതുക. ഒരുപാട് ഹോം വിസിറ്റുകൾ കൊടുക്കണമെങ്കിൽ പ്രത്യേകമായി ഹോം വിസിറ്റ്സ് എന്ന് എഴുതുവാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇതാണ് സിംഗുലർ, പ്ലൂറൽ മിസ്റ്റേക്കുകൾ വരുത്താതെ എഴുതുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് വൺ, കണ്ടൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ ശരിയാണോ എന്ന് നോക്കുക. നമ്മളിപ്പോൾ പ്രൂഫ് റീഡ് ചെയ്യുന്നു, നമ്മുടെ ഒരു എമർജൻസി ലെറ്റർ ആയിരുന്നു, നമ്മൾ അറിയാതെ നമ്മൾ എഴുതി വന്നപ്പം പാസ്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം പ്രസൻറ്റ് ചെയ്തു, റീസെൻറ്റ് ഡീറ്റെയിൽസ് സെക്കൻഡ് പാരഗ്രാഫിലാണ് എഴുതിയത് എന്ന് വിചാരിക്കുക. സോ ഇങ്ങനെയൊരു കേസിൽ നമുക്ക് ലാസ്റ്റ് 5 മിനിറ്റ്സേ ഉള്ളൂ. ഈ പാരഗ്രാഫ് കംപ്ലീറ്റ് വായിച്ച് റീഓർഗനൈസ് ചെയ്യാനായിട്ടുള്ള ടൈം നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും?
ലാസ്റ്റ് മിനിറ്റാണ്, നമുക്ക് അധികം സമയമില്ല, എന്നാൽ നമുക്ക് തെറ്റ് മനസ്സിലായി നമുക്കത് തിരുത്തണം. ഈ സെക്കൻഡ് കിടക്കുന്ന പാരഗ്രാഫ് നമുക്ക് ഫസ്റ്റ് കിടക്കുന്നതിന് സെക്കൻഡുമായിട്ട് സ്വിച്ച് ചെയ്യണം. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കവിടെ ഒരു നമുക്കവിടെ ഒരു ആരോ ഉപയോഗിക്കാം. ഒരു ആരോ ഉപയോഗിച്ച് നമുക്കതിനെ ഇൻ്റർചേഞ്ച് ചെയ്തതായിട്ട് ആ സൈഡിൽ കാണിച്ചാൽ മതി, അവരത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾക്ക് ഒട്ടും സമയമില്ല, ഇങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് നിങ്ങളിത് കണ്ടുപിടിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ആരോ മാർക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ എഴുതിയിരിക്കുന്ന പാരഗ്രാഫിനെ സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ പ്രൂഫ് റീഡ് ചെയ്യുമ്പം വളരെ നീറ്റായിട്ട് ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചെറിയ ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് കാരണം നിങ്ങളുടെ ബി സ്കോർ പോകാതെ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ തന്നെ OETയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഓൾവേസ് നമുക്ക് എനിവേ നമ്മുടെ കേസ് നോട്ടിൽ തന്നിട്ടുണ്ടായിരിക്കും എല്ലാത്തിൻ്റെയും തന്നെ സ്പെല്ലിങ്സ്. സോ നമ്മൾ എടുത്തെഴുതുമ്പം സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുത്താതിരിക്കാൻ ശ്രമിക്കുക. ആരുടെയെങ്കിലും പേരെഴുതുന്നതായിരിക്കാം, എന്തെങ്കിലും അസുഖത്തിൻ്റെ പേരെഴുതുന്നതായിരിക്കാം, കൊടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ പേരായിരിക്കാം, മരുന്നിൻ്റെ പേരായിരിക്കാം, എല്ലാം എഴുതിയിരിക്കുന്ന സ്പെല്ലിങ്സ് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ടൈപ്പ് ഓഫ് സെൻറ്റൻസുകൾ, നിങ്ങൾ എല്ലാ ടൈപ്പ് സെൻറ്റൻസുകളും നമ്മുടെ ലെറ്റർ റൈറ്റിങ്ങിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. നമുക്കറിയാം 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസുകൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഒന്നാണ് സിമ്പിൾ, കോംപ്ലെക്സ്, കോമ്പൗണ്ട്. ഈ 3 വെറൈറ്റി ഓഫ് സെൻറ്റൻസുകളും നിങ്ങളുടെ ലെറ്ററിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ബിക്കോസ് നമ്മൾ എഴുതുന്നത് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റാണ്. അപ്പം നമ്മുടെ ഒരു റേഞ്ച്, നമ്മുടെ ഒരു ഇംഗ്ലീഷിൻ്റെ റേഞ്ച് കാണിക്കാൻ എല്ലാ ടൈപ്പ് സെൻറ്റൻസുകളും നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ടൈപ്പ് ഓഫ് സെൻറ്റൻസുകൾ ഓൾ ഡിഫറെൻറ്റ് 3 ടൈപ്സ് നിങ്ങളുടെ ലെറ്ററിൽ വരുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. Thank you for listening. So this is all about how to proofread your letter for a B score. Thank you. IILT, it's my cup of tea.